റീസെൻ്റ്ലി പാർവതിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോ കണ്ടിട്ട് നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് കാണുന്ന കമൻറ്റുകളാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു റോള് കിട്ടാനായിട്ട്. ഇത്തരം കമൻസുകളാണ് കൂടുതൽ വരുന്നത്. വെരി അൺഫോർച്ചുനേറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് കേട്ടോ. പാർവതി ഏത് ലെവലിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ലാസ്റ്റ് 10 years മലയാള സിനിമയിൽ ഏതെങ്കിലും ആക്ട്രസ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് അവരെ സൈൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ഏതാണ്, അവരുടെ വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഏതാണെന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ അടുത്താണ് നമ്മൾ പോയിട്ട്, ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നത് ഓക്കെ എന്താണ് റോള് കിട്ടാൻ വേണ്ടി ഇത് സ്ഥിരം ഇതാണല്ലോ, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, റോള് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, തുണി അഴിച്ച് തുടങ്ങിയല്ലേ, അവസരം കുറഞ്ഞു അല്ലേ, പണിയൊന്നും ഇല്ല അല്ലേ, ഇതേതായി സാധനം, ഇതൊക്കെ സ്ഥിരം വരുന്നത്. എൻ്റെ അടുത്ത് പറയുന്നത് ഓക്കെ, ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ. പക്ഷേ പാർവതി ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ. അവരുടെ അടുത്ത് പോയിട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫിയാണ്. ആൻഡ് ഐ ഫീൽ ഷി വാസ് വർക്കിംഗ് വെരി ഹാർഡ്, ലൈക്ക് യുനോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട്. അവർ ജിമ്മിലൊക്കെ പോയി മേ ബി ഫോർ എ മൂവി ഓർ സംതിങ് അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫോട്ടോയിൽ കാണുമ്പോൾ അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. നമ്മളെ ബാക്കിയുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ എം എ പേഴ്സൺ ഹു വെരി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എനിക്ക് ക്രിയേറ്റീവോ അല്ലാത്തോ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കിങ്ങനെ ഒരാൾ തന്നെ എന്നോട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ദിവസം ഞാനിങ്ങനെ സന്തോഷമായിട്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ. തിരിച്ച് ഇങ്ങനെ അയ്യേന്ന് പറഞ്ഞാൽ അതും എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആലോചിച്ചിരിക്കും. പക്ഷെ ഞാൻ പറയണത് എനിക്കത് ആവശ്യമാണ്. ഒരാൾ നന്നായിട്ടുണ്ട്, നല്ല ആർട്ടാണ്, ഫീഡ്ബാക്ക് വേണം. ഞാനിപ്പം ഫോട്ടോഗ്രാഫിയിലൊക്കെ എനിക്കറിയാവുന്ന 1-2 ഭയങ്കര നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ പ്ലാൻ ബിയിൽ ഉള്ള ജിബിൻ ചേട്ടനെ എനിക്ക് ഏഷ്യാനെറ്റ് തൊട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഇത് ഞാൻ എടുക്കും, ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര അമേസ്ഡ് ആയിരുന്നു. ഈ ഫോട്ടോ കണ്ടു ഭയങ്കര നന്നായിട്ടുണ്ട്, ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ടു മീ. അല്ലാതെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ എനിക്കതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ വന്നിട്ടോ ഇത് ഹണി റോസ് ഇല്ല, അത് പറയുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഞാൻ ഒരു ഉത്തരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് അവർക്ക് അത്ര പോലുള്ള നമ്മൾ പറയില്ല, അത്ര പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് തെറ്റൊന്നല്ല. വേറെ ഇപ്പം എന്താ പറയുക, ഭയങ്കര ഒരു സ്പോർട്സിനെ പറ്റി സംസാരിച്ചാൽ ചിലപ്പോൾ എനിക്കും അത്ര വലിയ ധാരണ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഓക്കെ. ഈ ബോഡി തന്നെ ഭയങ്കര സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള ചിന്താഗതികൾ ഇപ്പോഴും ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ മേ ബി ഒരു 0 സൈസായിട്ടുള്ള ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വിം സ്യൂട്ടോ ഒരു ബിക്കിനി ഫോട്ടോഷൂട്ടോ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഭയങ്കര പോസിറ്റീവ് കമൻസ് ആയിരിക്കും. നേരെ മറിച്ച് തൊട്ടിപ്പുറത്ത് ഒരു കർവി ആയിട്ടുള്ള ഒരാൾ, ഒരു പ്ലസ് സൈസ് ആയിട്ടുള്ള ഒരാൾ അതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്. ഈ 2 ആൾക്കും സെയിം ഏജ് ആണെങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ മേ ബി തള്ളേന്നായിരിക്കും വിളിക്കുന്നത്. മനസ്സിലായി അല്ലേ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്രയോഗമാണ് ഈ തള്ളേ. അതിപ്പോൾ ഞാൻ തള്ളയാണ്, ആസ് ഇൻ ലൈക്ക് ഐ എം എ മദർ. തള്ള എന്നുള്ളത് കൊണ്ട് മദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മേനെ എൻ്റെ ലൈഫിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് നോർമലൈസ് ചെയ്യണ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല പ്ലാറ്റ്ഫോംസും അത് നോർമലൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ കുട്ടികളാണോ വലിയ അതൊന്നും നോട്ടമില്ല. ശരിക്കും ലൈക്ക് ശരിക്കും മദറാണോ മദറല്ലേ എന്നൊന്നുള്ളതല്ല, അത് അധിക്ഷേപിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അതെനിക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എബൌട്ട് ബോഡി ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, ഈവൻ ഇഫ് ദേ ആർ കർവി, ഈവൻ ഇഫ് ദേ ആർ അത് ഭയങ്കര പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ അത് കൊണ്ടുവരാൻ മീൻസ് ഇവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ മലയാളികൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ നോക്കുകയാണെങ്കിൽ യു ആർ ദേർ. താങ്ക് യു. ഞാനൊരു ടീനേജർ ആയപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ വളരെ പാമ്പേർഡ് ആയിട്ടുള്ള കുറച്ച് നേർഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പുസ്തകം വായിക്കുക, സ്കൂളിൽ പോവുക, തിരിച്ചു വരിക. അപ്പോൾ ഞാൻ നല്ല വണ്ണം ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, കുറച്ചും കൂടെ കഴിഞ്ഞാൽ വാതിൽ കൊള്ളില്ല, വാതിൽ മാറ്റേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ സാധനം. അപ്പോൾ ഞാൻ എന്നിട്ടിങ്ങനെ മറ്റേ യൂഷ്വൽ ചിരി ഇങ്ങനെ മുഖത്ത് വെച്ചിട്ടാന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കും അന്ന് ആരെങ്കിലും ഇത് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, ഓരോ മനുഷ്യൻ്റെയും ബോഡി ഡിഫറെൻ്റ് ആണെന്നും നമുക്ക് വേണമെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താമെന്നും നമ്മളെ ഹെൽത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ആസ് ലോങ് ആസ് യുവർ ഹെൽത്ത് ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കണം,
അന്ന് എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പം ആരെങ്കിലും, പക്ഷേ ഞാൻ കേൾക്കണു, ഇപ്പോൾ ഞാൻ വെൻ്റ് ഔട്ട് സെഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കണു കുറേ കുട്ടികളൊക്കെ ഇപ്പോഴും ഒരു +2 പഠിക്കുന്ന കുട്ടികൾ സ്റ്റാർവ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും എന്താ ഈ ബുലീമിയ അല്ലെങ്കിൽ അനറക്സിയ എന്നൊക്കെ പറഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് എന്നൊക്കെ സ്കൂൾ അതിനെക്കുറിച്ച് വളരെ കോഷ്യസ് ആണ്. അതായത് കുട്ടികൾ ഒരു സമയം ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലെങ്കിൽ അവർ പോയി അന്വേഷിക്കുന്നു, ബിക്കോസ് അങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗോൺ. ആ പ്രശ്നം അങ്ങനെ കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല, പക്ഷേ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ ആൾക്കാരുടെ കാര്യം എന്താണെന്നറിയോ, ആ 4 പേരുണ്ടല്ലോ, 4 പേർ, ദേ വിൽ ടോക്ക് ഈവൻ ഇഫ് യു ഡു സംതിങ്, ഈവൻ ഇഫ് യു ഡോണ്ട് ഡു സംതിങ്, even if you cry, even if you laugh, even if you marry, even if you divorce, എന്ത് ചെയ്താലും 4 പേർ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ടേബിളിലേക്ക് അവരൊന്നും കൊണ്ടുവരണില്ലല്ലോ. അതില്ലാത്തടത്തോളം അവരെന്തോ പറയട്ടെ എന്ന് വിചാരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ള നമ്മൾ ചെയ്യണ്ടേ. പക്ഷേ അത് അത്ര ഈ പറയുന്ന പോലെ ഈസി ഒന്നല്ല. അപ്പം എല്ലാവർക്കും ഇതറിയാവുന്നവർ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ഇതറിയാം. ഇത് ഈ 4 പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം നമുക്ക് ചിലവിന് തരുന്നത്, നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പിന്നെ സമൂഹം എന്ന് പറയുമ്പോഴേ അവർ പറയുന്നതിൽ നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം നമ്മളെ ജീവിതത്തിൽ സമൂഹത്തിനുള്ള ഒരു പങ്കുമില്ല. പിന്നെ എന്തിനാ നമ്മൾ അവർ എന്താ പറയുന്നത്, എന്തിനെന്താ കമൻറ്റ് ചെയ്യണേ, എന്താ പോസിറ്റീവായിട്ട് പറയണേ, എന്താ നെഗറ്റീവായിട്ട് പറയണേ. ഈ ഒരു എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ അല്ലെങ്കിൽ വെറുതെ റാൻഡംലി ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ബോയ് ഓർ ഗേൾ വാട്ടെവർ, സ്വന്തം ബോഡി കണ്ടിട്ട് ഈ പറയുന്ന സോ കോൾ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് തനിക്കില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും. അങ്ങനെ ഒരു പേഴ്സണിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? I would say it's okay. Like, you're enough എന്ന് പറയും. നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താൻ നമുക്ക് പറ്റും, ഇഫ് യു വാണ്ട്. ഇഫ് യു വാണ്ട്, ഞാൻ പറയണേ ഇപ്പോൾ ഒരു രോഗമാണെങ്കിൽ കൂടി ഇപ്പോൾ ട്രീറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ലൈക്ക് ഞാൻ പറയണേ ഇപ്പോൾ ഒരു ഹോർമോൺ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറൊരു ഡിസീസ്, അവർക്ക് ഒരു അണ്ടർലൈങ് ഒരു പ്രശ്നമുണ്ട്. കുട്ടികളോട് ഞാൻ എല്ലാ സമയത്തും പറയും എവ്രിതിങ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. ഇപ്പം എനിക്ക് മോനുണ്ട്, അപ്പം മോനെടുക്കെ എന്നോട് വന്നിട്ട് പറയും മൈ ഫേസ് ഇസ് വെരി റൗണ്ട് അമ്മ, ഐ കാൺ സീ മൈ ജോ ലൈൻ. ജോ ലൈൻ ഇസ് ടോപ്പിക് നൗ. അപ്പോൾ ഐ വുഡ് സേ ആരാ പറഞ്ഞത് ജോ ലൈൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഭംഗിയുള്ളൂ, ആരാ പറഞ്ഞത് ജോ ലൈൻ ഇല്ലെങ്കിലും നല്ല ഭംഗിയല്ലേ കാണാൻ, അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയല്ലേ, എങ്ങനെയാണെങ്കിലും ഞാൻ പറയും എന്താണെങ്കിലും ഭംഗിയാണ്. ഞാൻ പറഞ്ഞ കുട്ടികളൊക്കെ അത് അങ്ങനത്തെ തോട്ട്സ് ഒക്കെ അവർ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പറയാം. പക്ഷേ നമ്മൾ അവരോട് ഇനഫാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. അതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.